ഒരു സോഫ്റ്റ് ചന്തേരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഇപ്പോഴത്തെ റെയിനി സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് കൂടിയാണ്. 850 ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. വീവിങ് പാറ്റേണിലാണ് ആ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. സ്ലീവ്സിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഓപ്പൺ നെക്ക് കൊടുത്തേക്കുന്നത്. ലൈനിങ് വെച്ചിട്ടുണ്ട്. ഓഫ് വൈറ്റ് സ്ട്രെയിറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ലെഗിൻസോ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. 850 റേഞ്ചാണ്. 38-44 സൈസാണ് അവൈലബിൾ. 4 കളേഴ്സ് ഉണ്ട്. കളേഴ്സ് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക്, നല്ല പിങ്ക് ഷെയ്ഡ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ വീവിങ് പാറ്റേൺ ഒക്കെ ഭംഗിയാണ്. നന്നായിട്ട് ലാസ്റ്റിങ് കളറൊന്നും പോകാത്തൊരു ഫാബ്രിക്കാണ്. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടില്ല. ബോഡി പോർഷനിലാണ് ലൈനിങ് വന്നിരിക്കുന്നത്. 850 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. 4 ഷെയ്ഡ്സും ബ്യൂട്ടിഫുൾ ആണ്. നെക്ക് പാറ്റേണും എൻ്റെ സ്ലീവിൻ്റെ പാറ്റേണും ഒക്കെ നല്ല കേട്ടോ. നല്ല രസമാണ്. നമുക്ക് സിംപ്ലി വേറെ നല്ല സ്ട്രെയിറ്റ് പാൻറ്റ്, വൈറ്റ് സ്ട്രെയിറ്റ് പാൻറ്റ് ഓഫ് വൈറ്റിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചായി പോകുന്ന റേറ്റാണ്. 850 മാത്രമാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ നല്ല രസമുണ്ട്. ഒരു ബ്രിക്ക് റെഡ് ഓറഞ്ചും കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബ്യൂട്ടിഫുൾ ആണ്. നെക്ക് പാറ്റേണും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡും ദാമനിലുള്ള വീവിങ്ങും അതുപോലെ ഫാബ്രിക്കിൽ ഓൾ ഓവർ വന്നിരിക്കുന്നതും വീവിങ് പാറ്റേൺ ആണ്. സിമ്പിളായിട്ട് നമുക്ക് വേറെ പറ്റിയ ഒരു അറ്റാറാണ്. 850 റേഞ്ച്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ വീഡിയോ. വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻ സെൻറസിന് ചുമന്ത. ഇതുപ്പെട്ട ഉണ്ട് എന്ത് ഭംഗിയെന്നൊക്കെ പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നത്. നമ്മൾ ഓരോ ദിവസം കൊണ്ടുവരുന്ന പുതിയ പുതിയ പാറ്റേൺസ് ആണ്. നല്ല രസമുള്ള ദുപ്പട്ട, ഫ്ലോയി ദുപ്പട്ടയായിട്ട് വന്നിട്ടുള്ള സെറ്റാണ്. അതായത് താമൽ ഇതുപോലെ സെമീറ്റേഴ്സ് ഓഫ് ഫാബ്രിക് 195 റേഞ്ച്. നല്ല ഫാബ്രിക് കേട്ടോ. കുറച്ചുകൂടി ഒരു റിച്ച്നെസ് ഉണ്ട് ഈ ഒരു ഫാബ്രിക്. നമ്മളെപ്പോഴും ചെയ്യുന്നതിനെക്കാട്ട് കുറച്ചുകൂടി റിച്ച്നെസ് ഉണ്ട്. അതുപോലെ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കോട്ടൺ സെറ്റ്സ് 1295 റേഞ്ച്. ഇതിൻ്റെ ഈ ഒരു യോക്കിലെ വർക്കാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ചെറിയ ഫ്രഞ്ച് നോട്ട്സ് അതുപോലെ മിറർ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാം. പല പല കളർ കോമ്പിനേഷൻ. അതിൻ്റെ കോമ്പിനേഷനിലുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ആണ് വരിക. ബാത്തിക് പ്രിൻറ്റഡ് ഡബിൾ ഷീറ്റഡ് കോട്ടൺ ആണ് സെറ്റ്സ് വന്നേക്കുന്നത്. വിത്ത് ഇക്കത്തുള്ള കാന്ത വീവിങ് വന്നിട്ടുള്ള സെറ്റ്സ് 3 ആണ് കേട്ടോ. കുറേ എന്നിട്ട് പെട്ടെന്ന് കണ്ടുപോകാം. സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി വരുന്നത് www.glitzindia.in കണ്ടുപോകാം. ഫസ്റ്റ് വൺ ഇതുപോലെ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സെമി ടെസർ എന്ന് പറഞ്ഞാൽ പ്യുവർ ടെസറിൻ്റെ അതേ ലുക്ക് തരുന്നുണ്ട്. എന്നാൽ നമുക്ക് അത്രയും വാഷ് കെയർ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട നല്ല രസമാണ്. ഫംഗ്ഷനൊക്കെ ഇട്ടാണ് നല്ല നല്ല രസമുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സാറ്റോൺ ആണ്. നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ. 1995 ആണ് റേറ്റ്. നെക്സ്റ്റ് കളർ തന്നെ ദാമനിൽ താഴെ ഇതുപോലെ വർക്ക്, ബാക്കിൽ അതുപോലെ തന്നെ ദാമനിൽ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തലയിലൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ദുപ്പട്ട ഓൾറെഡി വർക്ക് ഉള്ളതുകൊണ്ട് യോക്കിലേക്ക് പ്രത്യേകിച്ച് വർക്കിൻ്റെ ആവശ്യമുള്ളതല്ല. ഡബിൾ സൈഡ് ഇടുന്നവർക്കും ഇത് ഭംഗിയാണ് കേട്ടോ. നല്ല കളറാണ് എല്ലാത്തിൻ്റെയും വന്നിട്ടുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോയി ഫാബ്രിക് കൂടിയാണ് കേട്ടോ. ഇനി വരുന്നത് ബ്ലൂ, ദാമനിൽ വർക്ക് വരുന്നുണ്ട്. 195 ആണ് റേറ്റ്. ദുപ്പട്ട വന്നിരിക്കുന്നത് വിത്ത് ബോർഡേഴ്സ് ഇതുപോലെ ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ. 4 കളേഴ്സും നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് കോട്ടൺ സെറ്റ്സാണ്. ഇത് ഗ്രേയിൽ പിങ്കും ഗ്രീനൊക്കെ ആയിട്ടാണ് അതിൻ്റെ ദാമനിൽ വന്നിട്ടുള്ള വർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട നല്ല പ്രിൻറ്റ് തവണത്തെ നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് ലെങ്ത് വിട്ട് നന്നായിട്ടുള്ളൊരു ദുപ്പട്ട ആൻഡ് ബോട്ടം ലൈറ്റ് പോലെ. ഇനി നമുക്ക് കോട്ടൺസിൻ്റെ 1295 റേഞ്ച്. യോക്കിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് ആണ്. ഡബിൾ ഷീറ്റഡ് ബാത്തിക് പ്രിൻറ്റഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം നല്ലൊരു മജന്ത ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ ഇതുപോലെ ഗ്രീനാണ് വരുന്നത്. ഗ്രീൻ വിത്ത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ബോട്ടം 1295 റേഞ്ച്. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. അത്യാവശ്യം നല്ലൊരു ഫാബ്രിക് കൂടിയാണ് വന്നിരിക്കുന്നത്. ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാം സൂപ്പർ കോമ്പിനേഷനിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. ബോട്ടത്തെ ഇങ്ങനെ വരുന്നത്. ഇനി വരുന്നത് ഗ്രീൻ. സിമ്പിളായിട്ട് തയ്ച്ചാൽ മതി. ഓൾറെഡി യോക്കിൽ വർക്ക് ഉണ്ട്. അതുകൊണ്ട് സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ റൗണ്ട് നെക്കോ ഒക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് വരാം. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എപ്പോഴും ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. ഫാബ്രിക് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ കോട്ടൺസ് ആയതുകൊണ്ട് നിങ്ങൾ റഫ് ആയിട്ട് വാഷ് ചെയ്യരുത്. പെട്ടെന്ന് ഒത്തിരി നേരം ഡിറ്റർജൻറ്റ് മുക്കി വെക്കാതെ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക. തിരിച്ചിട്ടുണക്കുക, ഷെയ്ഡിലിട്ടുണക്കുക. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫാബ്രിക് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഫാബ്രിക് എടുത്താലും കെയർ ചെയ്ത് യൂസ് ചെയ്യുകയും കെയർ ചെയ്ത് വാഷ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണത് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ കെയർ ചെയ്ത് വാഷ് ചെയ്യുക. യെല്ലോ ആൻഡ് യെല്ലോ ബോട്ടം. ഇനി വരുന്നത് ബ്ലാക്കിൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ എല്ലാത്തിനും വന്നിട്ടുള്ളത്. ബ്ലാക്കിൻ്റെ കൂടെ എല്ലാം നന്നായിട്ട് മാച്ചായി പോകുമല്ലോ എല്ലാ കളേഴ്സും.
ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് അവർ വീഡിയോ.